ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ ഓഡിറ്റ് ട്രയൽ എന്നുള്ള ഫീച്ചറാണ് നോക്കുന്നത് സോഹോ ബുക്സിലെ. ഇപ്പം ഓഡിറ്റ് ട്രയൽ എന്നുള്ള ഫീച്ചർ എല്ലാ സോഫ്റ്റ്വെയറിലും മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. സോഹോ ബുക്സിലും അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. അത് ഇൻബിൽഡ് ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ്. നമ്മളത് എവിടെയും ഇനേബിൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പം നമുക്കതറിയാം. അത് അങ്ങനെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് നമ്മൾ റിപ്പോർട്ട്സിൽ വന്നിട്ട് ഇവിടെ ഓഡിറ്റ് ട്രയൽ എന്ന് സെർച്ച് ചെയ്യാം. അപ്പം നമുക്ക് കാണാം ആക്ടിവിറ്റി ലോഗ്സ് ആൻഡ് ഓഡിറ്റ് ട്രയൽ. ഇതാണ് നമ്മുടെ റിപ്പോർട്ടിൻ്റെ നെയിം എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ കംപ്ലീറ്റ് നമ്മുടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസാണ് ഈ ആക്ടിവിറ്റി ലോഗ്സ് ആൻഡ് ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തോ മോഡിഫൈ ചെയ്തോ ഡിലീറ്റ് ചെയ്തോ ഇതെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും ഒരു യൂസർ വൈസ്. ഏതൊക്കെ യൂസർ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ സമയത്ത്, ഈ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു എംപ്ലോയി, ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു എൻട്രി ഒരാൾ തെറ്റായിട്ട് ഇട്ടുവെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ വന്നിട്ട് അത് ഏത് യൂസറാണ് ആ എൻട്രി ചെയ്തിട്ടുള്ളത്, ഏത് ഡേയിലാണ്, ഏത് ടൈമിലാണെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മോഡിഫൈ ചെയ്തെന്ന് വിചാരിക്കുക, അപ്പം ആ മോഡിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ ഫസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് ആ രണ്ട് ഫസ്റ്റ് വന്ന ആ ഒരു റിപ്പോർട്ടും സെക്കൻഡ് വരുന്ന റിപ്പോർട്ടും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത് നമുക്ക് കമ്പയർ ഉള്ള ഓപ്ഷൻ ഇവിടെ സോഹോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഫസ്റ്റ് വൺ ഐറ്റം ഫാബ്രിക് അപ്ഡേറ്റഡ്, ഈ ഒരു ബൈ യൂസർ 01, ഈ യൂസർ ഇന്ന ഒരു ഈ ഐറ്റം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കസ്റ്റം ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് റൺ ചെയ്യുന്ന ടൈമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഏതെങ്കിലും അത് ആഡ് ചെയ്താലോ അപ്ഡേറ്റ് ചെയ്താലോ ഡിലീറ്റ് ചെയ്താലോ എല്ലാം സിസ്റ്റം ഇവിടെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഓഡിറ്റ് ട്രയലായിട്ട് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇത് കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ വേർഷൻസ് ഫസ്റ്റ് വേർഷൻ ഇതായിരുന്നു, സെക്കൻഡ് വേർഷൻ ഇതായിരുന്നു, കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വ്യൂ ഓഡിറ്റ് ട്രയലിൽ കാണാം. നമുക്ക് കമ്പാരിസൺ വരുന്നുണ്ടെങ്കിൽ അതിവിടെ വ്യൂ ഓഡിറ്റ് ട്രയലിൽ മാത്രം കണ്ടാൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊന്നും കമ്പാരിസൺ നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ വ്യൂ ഓഡിറ്റ് ട്രയലിൽ കണ്ടാൽ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വേർഷനാണുള്ളത്. വേർഷൻ 1ഉം 2ഉം ഉണ്ടാവും. നമ്മളിവിടെ കമ്പയർ എന്നുള്ളത് കൊടുത്തിട്ട് ഈ രണ്ടെണ്ണം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കമ്പയർ എന്നുള്ളത് ടിക്ക് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് വേർഷൻസും കമ്പയർ ചെയ്തിട്ട് എന്താണോ ഡിഫറൻസ് അത് ഹൈലൈറ്റ് തരുന്നുണ്ടാവും. ഇവിടെ ഇവർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ SKU വേർഷൻ 1ലില്ലായിരുന്നു, 2ലേക്ക് ഇവർ ആഡ് ചെയ്തു. അതാണ് അവർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത്. SKU വേർഷൻ 1ലില്ലായിരുന്നു, 2ലേക്ക് SKU ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവൈലബിൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് 1ൽ 0 ആയിരുന്നു, 2 ആയപ്പോഴത്തേക്കും അത് 750 ആയിട്ടുണ്ട്. ഈ രണ്ട് ചേഞ്ചസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് ഇത് ഈ അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും എന്താണ് അപ്ഡേറ്റ് ചെയ്തത്. അപ്ഡേറ്റ് എന്നുള്ള സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ എന്ത് അപ്ഡേറ്റ് ചെയ്തു, വേർഷൻ 1ഉം വേർഷൻ 2. ഇനിയിപ്പോൾ എത്ര വേർഷൻസ് ഉണ്ടെങ്കിലും അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം നമ്മൾ എത്ര പ്രാവശ്യം എഡിറ്റ് ചെയ്യുന്നു അത്രയും വേർഷൻസ് നമുക്കിവിടെ 1, 2, 3 നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വേർഷൻ എടുത്തിട്ടും കമ്പയർ ചെയ്യാം. 1ഉം 2ഉം 1ഉം 3ഉം 1ഉം 5 ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. 1ൽ നിന്നും 5ലേക്ക് വന്നപ്പോൾ എന്ത് മാറ്റമാണ് വന്നത് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു കമ്പാരിസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസേഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ആഡ് ഫിൽറ്ററിൽ നമുക്കിവിടെ കാണാം ആക്ടിവിറ്റി ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ഏത് മോഡ്യൂളിൽ നമുക്കാണ് അറിയേണ്ടത്, ഏത് മോഡ്യൂളിൽ വന്ന ചേഞ്ചാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പം എക്സ്പെൻസ് എന്നുള്ള മോഡ്യൂളിൽ മാത്രം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എക്സ്പെൻസ് കൊടുത്ത് റൺ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എക്സ്പെൻസ് മോഡ്യൂളിൽ വന്നിരിക്കുന്ന ആഡീഷനോ ഡിലീഷനോ അപ്ഡേഷനോ മാത്രം നമുക്കിവിടെ കാണിക്കുന്നുണ്ടാവും. അതുപോലെ നമുക്കിവിടെ വേറെ കുറേ എല്ലാ മോഡ്യൂൾസും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് മോഡ്യൂൾ വേണം അത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇനി ആക്ടിവിറ്റി ഡീറ്റെയിൽസ് അല്ലാതെ നമുക്കുണ്ടാവുക യൂസർ, ഒരു പർട്ടിക്കുലർ യൂസറിനെ മാത്രം റിപ്പോർട്ട് കിട്ടണമെങ്കിൽ നമുക്ക് യൂസറെ സെലക്ട് ചെയ്യാം. കസ്റ്റമർ നെയിം, ഏതെങ്കിലും കസ്റ്റമർ നെയിമോ വെൻഡറോ ഒക്കെ സെലക്ട് ചെയ്യുന്നത് നമുക്കിതിവിടെ കിട്ടുന്നുണ്ടാവും. ഇനി ഓപ്പറേഷൻ ടൈപ്പാണ് ഇമ്പോർട്ടൻറ്റ്. ഓപ്പറേഷൻ ടൈപ്പിൽ നമുക്കുണ്ടാവുക ക്രിയേഷൻ, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇത്തിരി ഓപ്ഷനാണ്. ക്രിയേറ്റ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഇപ്പം നമുക്കറിയണം ഒരു പർട്ടിക്കുലർ ഇന്ന ഡേറ്റിൽ എന്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് കൊടുക്കുക. ഓപ്പറേഷൻ ടൈപ്പ് ഈസ് ഡിലീറ്റ് കൊടുത്ത് റൺ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പീരീഡ് ഇരിക്കുന്നത് ദിസ് മന്താണ്, ഞാൻ ഏത് പ്രീവിയസ് ഇയർ എന്നുള്ളത് കൊടുത്തു. റൺ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇയറിൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിവിടെ അറിയാൻ പറ്റും. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ജേണൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടിംഗ് ടാഗ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് അറിയണമെങ്കിൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. തന്നെ മെയിനായിട്ട് കസ്റ്റമൈസേഷനിൽ വരുന്നുണ്ടാവുക. ഇനി ഷോർ ഹൈഡിൽ നമുക്ക് ഈ 3 ഡീറ്റെയിൽസുള്ളൂ. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ടൊന്നും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സോഹോ തരുന്നില്ല. മോർ ഫിൽറ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ട ഓപ്ഷൻസ് ആണ് തന്നെയാണുള്ളത്. ഒന്ന് ആക്ടിവിറ്റി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ യൂസർ നെയിം, കസ്റ്റമർ നെയിം, വെൻഡേഴ്സ്, ഓപ്പറേഷൻ ടൈപ്പ്, ഇത്രയും കാര്യങ്ങളാണ്.